ഇപ്പോൾ ആകാശത്ത് നടക്കുന്ന പ്രതിഭാസത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ആദ്യം കടക്കുകയാണ്. പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണുകയാണ് ലോകം. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം മൂലം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ഈ പ്രതിഭാസം. അതിനെയാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഈ പൂർണ്ണമായും ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിഞ്ഞ ശേഷം പിന്നീട് ഭൂമി മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ചന്ദ്രൻ തെളിഞ്ഞു വരുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ ആ ചന്ദ്രന് ഒരു ചുവന്ന ഓറഞ്ച് നിറമാണ് ഉള്ളത്. അതിനും ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ബ്ലഡ് മൂൺ എന്നുകൂടി ചന്ദ്രനെ വിളിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുക സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോഴാണ്. അതായത് ആദ്യം സൂര്യൻ, അതിന് തൊട്ടു പിന്നാലെ ഭൂമി, അത് കഴിഞ്ഞ് ചന്ദ്രൻ. ചന്ദ്രന്റെയും സൂര്യന്റെയും ഇടയിൽ ഭൂമി വരുന്ന സമയത്താണ് ഈ രീതിയിൽ ഭൂമിയുടെ വലിയ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് വസ്തുത, അതാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ശാസ്ത്രീയ വിദ്യാർത്ഥികൾക്കും ശാസ്ത്ര കുതുകികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം എന്താണ് മാനത്ത് നടക്കുന്നത്, ആകാശത്ത് നടക്കുന്നത്, ആകാശഗോളങ്ങളുടെ വലിപ്പം എന്താണ്, സൗരയൂഥത്തിൽ സൂര്യന്റെയും ഭൂമിയുടെയും ചന്ദ്രന്റെയും സ്ഥാനം എന്താണ്, അതിന്റെ വലിപ്പ വ്യത്യാസം എന്താണ്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കൂടി ഇത്തരത്തിൽ ഈ ചന്ദ്രഗ്രഹണം ത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അത് നോക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. കേരളത്തിലും ഇന്ത്യയിലെ പലയിടങ്ങളിലുമൊക്കെ വളരെ വ്യക്തമായി നല്ല അന്തരീക്ഷമായതുകൊണ്ട് തന്നെ, കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ വ്യക്തമായി ഈ ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൊച്ചിയിൽ അല്പസമയം മുൻപ് വരെ, ഇപ്പോൾ മേഘാവൃതമാണ് കൊച്ചിയിലെ ആകാശം, അല്പസമയം മുൻപ് വരെ കൃത്യമായി ഗ്രഹണം ദൃശ്യമായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ ഡൽഹിയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ രേഖയിൽ വരുന്നു. സ്വാഭാവികമായിട്ടും ചന്ദ്രനേക്കാൾ ഏതാണ്ട് 30 മടങ്ങ് വലിപ്പമുണ്ട് ഭൂമിക്ക്. ഇപ്പോൾ വലിയ ഭൂമി, അതിന്റെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു. പൂർണ്ണ ചന്ദ്രനായി ആദ്യം കാണുന്ന നമ്മൾ പിന്നീട് മെല്ലെ മെല്ലെ ചന്ദ്രന്റെ ആകൃതി, അതിന്റെ വ്യത്യാസം സംഭവിച്ച് പകുതിയാവുന്നു, പിന്നീട് ഏറ്റവും കാൽഭാഗമാവുന്നു, വളരെ ചെറിയൊരു വളപ്പൊട്ട് പോലെ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ പൂർണ്ണമായും ചന്ദ്രനെ ഭൂമിയുടെ നിഴൽ മറയ്ക്കുന്നു. ഇതാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇത്രമാത്രം വലിയ ഭൂമി അത് ചന്ദ്രനെ മറയ്ക്കുന്ന സമയത്ത് ഈ ആകാശഗോളങ്ങളുടെയൊക്കെ കൃത്യമായ സ്ഥാനം, അതിന്റെ വലിപ്പം, ഇത് കൃത്യമായി തിരിച്ചറിയാൻ കൂടി നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് മൂൺ അല്ലെങ്കിൽ ചുവന്ന ചന്ദ്രൻ സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല. അത് ഉപഗ്രഹമാണ്, ഭൂമിയുടെ ഉപഗ്രഹമാണ്, ഒരു ഗ്രഹമാണ്, ഗോളമാണ്. നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനിൽ നിന്നുള്ള രശ്മികൾ നേരിട്ട് ചന്ദ്രനിൽ പതിക്കുമ്പോൾ ചന്ദ്രൻ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. നിലാവ് എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ മൂൺ ലൈറ്റ് എന്ന് നമ്മൾ പറയുന്നു. അതാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും അതിനിടയിൽ ഒരാൾ കയറി വരുമ്പോൾ ഒരു നിഴൽ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്, നമുക്കെല്ലാം അറിയുന്നതാണ്. അത്തരത്തിൽ ഭൂമിയാണ് ഇവർക്ക് രണ്ടിനും ഇടയിൽ, സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുന്നത്. ആ സമയത്ത് സംഭവിക്കുന്ന പ്രതിഭാസമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, സൂര്യപ്രകാശം, ലൈറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത നിറങ്ങൾ ചേർന്നതാണ്. അതിന് വിബ്ജ്യോർ എന്ന് നമ്മൾ മുൻപ് പഠിച്ചിട്ടുമുണ്ട്. അതിൽ ഈ പറയുന്ന വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നൊക്കെ പറയുന്ന നിറങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ 7 നിറങ്ങൾ ചേർന്നതാണെന്ന് നമുക്കറിയാം. അതിൽ ആദ്യം പറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഈ നിറങ്ങൾക്ക് തരംഗദൈർഘ്യം കുറവാണ്, വേവ് ലെങ്ത് കുറവാണ് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നിറങ്ങൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിലെ കണികളിലൊക്കെ തട്ടി അതിന് സ്കാറ്ററിംഗ് എന്നൊരു വാക്ക് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ. വിസരണം എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ വിസരണം സംഭവിക്കാറുണ്ട്. റെയ്ലി സ്കാറ്ററിംഗ് എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ യഥാർത്ഥ പ്രതിഭാസം, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ നമുക്ക് അങ്ങനെ പറയാം. റെയ്ലി സ്കാറ്ററിംഗ് സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ട് ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ, വേവ് ലെങ്ത് കൂടിയ, ഏറ്റവും ഒടുവിലുള്ള ഓറഞ്ച്, റെഡ് നിറങ്ങൾ മാത്രമാണ്, ആ രശ്മികൾ മാത്രമാണ് മുന്നോട്ട് പോവുക ഭൂമിയെ മറികടന്ന്. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ആ പ്രകാശം കുറച്ചെങ്കിലും ചന്ദ്രനിൽ പതിക്കും. എത്രമാത്രം ഭൂമി നിഴൽ ചന്ദ്രനെ മറച്ചാലും കുറച്ചെങ്കിലും സൂര്യപ്രകാശം അരികിലൂടെ ചന്ദ്രനിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ചുവന്ന ഓറഞ്ച് നിറത്തിലുള്ള ചന്ദ്രനായി നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും സയൻസ് വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താണ് ബഹിരാകാശമെന്നും, എന്താണ് സൗരയൂഥമെന്നും, സൗരയൂഥത്തിൽ എങ്ങനെയാണ് ഗോളങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്നും, അതിന്റെ വലിപ്പം എന്താണെന്നും, അതിന്റെ വ്യത്യാസം എന്താണെന്നും ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു.
ഭൂമിയുടെ ആ വലിയ നിഴൽ അത് ചന്ദ്രനിലേക്ക് കൃത്യമായി പതിയുമ്പോഴാണ് ചന്ദ്രന്റെ ആകൃതി അങ്ങനെ കുറഞ്ഞു വരികയും പിന്നീട് പൂർണ്ണമായും ഈ നിഴലിനടിയിലാവുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2022 ഏറ്റവും അവസാനമായി ഈ രീതിയിൽ വ്യക്തമായ ഒരു ദൃശ്യം നമുക്ക് ലഭിച്ചതെങ്കിൽ 2025 ഇന്നിപ്പോൾ ലോകമെമ്പാടും നടന്ന് രാത്രി സമയമുള്ള ലോകരാജ്യങ്ങളിൽ നമുക്കിത് ദൃശ്യമാവുന്നുണ്ട്. ഇന്ത്യയിലും ഒപ്പം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എല്ലാം ഈ രീതിയിൽ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാവുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.